വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഫണ്ടമെന്റൽ റൈറ്റ് അഥവാ മൗലിക അവകാശങ്ങൾ എന്നാണ് ആ ടോപ്പിക്കിന്റെ പേര്. അപ്പൊ മൗലിക അവകാശങ്ങൾ, അതുപോലെ തന്നെ പൗരത്വം, നിർദ്ദേശക തത്വങ്ങൾ, അങ്ങനെ ധാരാളം ടോപ്പിക്കുകൾ നമ്മുടെ ലാസ്റ്റ് ഗ്രേഡിന് കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡിന്റെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ടോപ്പിക്കുകളാണ്. മൗലിക അവകാശങ്ങൾ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പറുകൾ തന്നെ ഇല്ല എന്ന് നമുക്ക് പറയാം. അപ്പൊ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ച് നിങ്ങൾ ക്ലാസ് കേൾക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോ എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ, ഒരു ജനാധിപത്യ സംവിധാനമാകുമ്പോൾ ആ ജനാധിപത്യ സംവിധാനത്തില് പൗരന് സ്വാതന്ത്ര്യം വേണം, അതുപോലെ തന്നെ വ്യക്തിത്വം വേണം. ഇതൊക്കെ ഉറപ്പുവരുത്തണം അല്ലെ. അത് ഉറപ്പുവരുത്താൻ വേണ്ടി ഭരണഘടന നൽകിയിരിക്കുന്ന പ്രൈമറി റൈറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഒരു ജനാധിപത്യ സംവിധാനത്തില് ഒരു പൗരന് ആ പൗരന്റെ സ്വാതന്ത്ര്യവും വ്യക്തിത്വവും ഒക്കെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഭരണഘടന പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന പ്രാഥമിക അവകാശങ്ങളാണ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന്, അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ശരിക്കും ലോകത്ത് തന്നെ ആദ്യമായിട്ട് ഒരു അവകാശ പത്രം ഒപ്പുവെക്കുന്നത് 1215 ജൂൺ 15-നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. അതായത് അതിനെ നമ്മൾ മാഗ്ന കാർട്ട എന്ന് വിളിക്കുന്നു. ഇംഗ്ലീഷ് രാജാവായ ജോൺ രണ്ടാമനാണ് ആ മാഗ്ന കാർട്ട ഒപ്പുവെക്കുന്നത് അല്ലെ. അപ്പൊ ലോകത്തിലെ ആദ്യത്തെ അവകാശപത്രം ഏതാണ്? 1215-ലെ മാഗ്ന കാർട്ടയാണ്. എന്നാൽ ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതിനെയാണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിനെയാണ്. ഈ ഫണ്ടമെന്റൽ റൈറ്റ് എവിടെയാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ, അതുപോലെ തന്നെ ഏത് ആർട്ടിക്കിൾ തൊട്ട് ഏത് ആർട്ടിക്കിൾ വരെയാണ് കാണപ്പെടുന്നത്, അങ്ങനെ കുറച്ച് വിശാലമായിട്ട് ഫണ്ടമെന്റൽ റൈറ്റിനെ കുറിച്ച് നമുക്ക് പഠിക്കണം. ഈ ഫണ്ടമെന്റൽ റൈറ്റിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് ഭാവിയിൽ ഒരു ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നായിരിക്കും, ഭാവിയിൽ ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടാവുകയാണെങ്കിൽ ആ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നായിരിക്കും മൗലിക അവകാശങ്ങൾ എന്ന് ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. ആ സമ്മേളനം ഏത് എന്ന് ചോദിച്ചാൽ 1927-ലെ മദ്രാസ് സമ്മേളനമാണ്. ആ മദ്രാസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എം.എ. അൻസാരിയാണ്. കണ്ടു. അപ്പോൾ ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്ന മുമ്പ് തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മൗലിക അവകാശത്തെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞ ഒരു INC സമ്മേളനത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഭാവിയിൽ ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടാവുകയാണെങ്കിൽ ആ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നായിരിക്കും മൗലിക അവകാശങ്ങൾ എന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം 1927-ലെ മദ്രാസ് സമ്മേളനമാണ്. അതിന്റെ അധ്യക്ഷൻ എം.എ. അൻസാരിയാണ്. എന്നാൽ മൗലിക അവകാശങ്ങളെ കുറിച്ച് ഒരു പ്രമേയം പാസാക്കിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം 1931-ലെ കറാച്ചി സമ്മേളനം. മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രമേയം പാസാക്കിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം 1931-ലെ കറാച്ചി സമ്മേളനമാണ്. ആ കറാച്ചി സമ്മേളനത്തിന്റെ അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേലാണ്. കറാച്ചി സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ആ മൗലിക അവകാശങ്ങളെ കുറിച്ച് 1931-ലെ കറാച്ചി സമ്മേളനത്തിൽ പ്രമേയം എഴുതി തയ്യാറാക്കിയതാരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ആ പ്രമേയം എഴുതി തയ്യാറാക്കിയ വ്യക്തി ആരാണ്? ജവഹർലാൽ നെഹ്റു. അപ്പോൾ ഒരു 3-4 പോയിന്റ് നമ്മൾ പറഞ്ഞു. ഭാവിയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നായിരിക്കും മൗലിക അവകാശങ്ങൾ എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം 1927-ലെ മദ്രാസ് സമ്മേളനം. അതിന്റെ അധ്യക്ഷൻ എം.എ. അൻസാരി. എന്നാൽ മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം 1931-ലെ കറാച്ചി സമ്മേളനം. അതിന്റെ അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേൽ. ആ പ്രമേയം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ഫണ്ടമെന്റൽ റൈറ്റിനെ കുറിച്ച് നമ്മൾ പറയാണ്. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കി, ഭരണഘടനയിൽ ഫണ്ടമെന്റൽ റൈറ്റ് ഉൾക്കൊള്ളിച്ചു. ഫണ്ടമെന്റൽ റൈറ്റ് പാർട്ട് 3 മുതൽ പാർട്ട് 3-ല് ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ, ആർട്ടിക്കിൾ 12, 13, 14, 15 അങ്ങനെ തുടങ്ങി ആർട്ടിക്കിൾ 35 ഉൾപ്പെടെ 12ഉം 35ഉം ഉൾപ്പെടെയുള്ള ആർട്ടിക്കിളാണ് ഫണ്ടമെന്റൽ റൈറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പൊ നമ്മൾ പറയണ്ടായിണ്ട്, അതായത് ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കുമ്പോൾ ആ ഭരണഘടനയുടെ ഓരോരോ ഭാഗങ്ങളും നമ്മൾ പല രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ്. അങ്ങനെ ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ ഭരണഘടന എവിടെ നിന്നാണ്? മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ആ ആശയം കടം കൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്.
അമേരിക്കയുടെ ഫണ്ടമെന്റൽ റൈറ്റിനെ ബിൽ ഓഫ് റൈറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അമേരിക്കയിലെ അമേരിക്കൻ ഭരണഘടന എന്ന് പറയുന്നതിന് പകരം ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് ഓപ്ഷനിൽ നിങ്ങൾ തന്നാലും അതാന്ന് മനസ്സിലാക്കുക. അപ്പൊ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്ന രാജ്യം ഭരണഘടന, കടം കൊണ്ടിരിക്കുന്ന അമേരിക്കൻ ഭരണഘടനയുടെ ഭാഗമാണ് അമേരിക്കൻ ഭരണഘടനയുടെ ബിൽ ഓഫ് റൈറ്റ്സ്. അമേരിക്കൻ ഭരണഘടനയിലെ ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത്. ഫണ്ടമെന്റൽ റൈറ്റിന്റെ അല്ലെങ്കിൽ മൗലിക അവകാശങ്ങളുടെ ശില്പി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ആരുടെയാണ്? സർദാർ വല്ലഭായ് പട്ടേലിനെയാണ്. സർദാർ വല്ലഭായ് പട്ടേലെയാണ് മൗലിക അവകാശങ്ങളുടെ ശില്പി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ഈ മൗലിക അവകാശങ്ങളെ ഒന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കാം. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കാം. ഭരണഘടനയുടെ ആണിക്കല്ല് എന്ന് വിശേഷിപ്പിക്കുന്നു. ഭരണഘടനയുടെ ആണിക്കല്ല്, കീ സ്റ്റോൺ ഓഫ് എന്താണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതുപോലെ തന്നെ എന്ത് പറയാം? സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പൊ സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ, ഭരണഘടനയുടെ ആണിക്കല്ല്, ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് ഈ മൗലിക അവകാശങ്ങളെയാണ്. മൗലിക അവകാശങ്ങൾ ഓപ്ഷനിലില്ല. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 അങ്ങനെ തന്നേക്കണെച്ചാലോ നമ്മൾ എന്ത് പറയും? പാർട്ട് 3 ആണ്. കാരണം മൗലികാവകാശങ്ങള് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭാഗം ഏതാണ്? പാർട്ട് 3 ആണ്. ഇത് ക്ലിയർ ആയില്ലോ? ഇനി മൗലിക അവകാശങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 1-2 പോയിന്റുകൾ നമ്മൾ പഠിക്കണം. മൗലിക അവകാശങ്ങൾ നടപ്പാക്കാൻ ഒരു ഇന്ത്യൻ പൗരന് കൊടുത്തിരിക്കുന്ന അവകാശമാണ്. ആ പൗരന്റെ സ്വാതന്ത്ര്യത്തിനും വ്യക്തിത്വത്തിനും ഒക്കെ ഉറപ്പുവരുത്തുന്ന അവകാശം. അപ്പൊ ഈ അവകാശം നടപ്പിലാക്കാൻ ഇന്ത്യൻ പൗരന് ആരെ സമീപിക്കാം? കോടതിയെ സമീപിക്കാനായിട്ട് പറ്റും. അപ്പൊ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? സുപ്രീം കോടതിയാണ്. അപ്പൊ മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കാൻ ഒരു ഇന്ത്യൻ പൗരന് കോടതിയെ സമീപിക്കാം. മൗലിക അവകാശങ്ങളുടെ സംരക്ഷണാർത്ഥം സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ ഒക്കെ നേരിട്ട് കേസ് ഫയൽ ചെയ്യാൻ ആർക്ക് പറ്റും? ഒരു ഇന്ത്യൻ പൗരന് സാധിക്കും. അതുകൊണ്ട് തന്നെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് വിളിക്കുന്നത് ഏതിനെയാണ്? നമ്മുടെ സുപ്രീം കോടതിയെയാണ്. അപ്പൊ മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടാനായിട്ട് നമ്മൾ ആരെ സമീപിക്കും? സുപ്രീം കോടതിയെ സമീപിക്കും. അപ്പൊ മൗലികാവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിനായി കോടതി ഉത്തരവുകൾ പുറപ്പെടുവിക്കും. ആ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നതിനെയാണ് റിട്ട് എന്ന് പറയുന്നത്. ആ റിട്ട് നമ്മൾ പഠിച്ചില്ലേ? ആ ആർട്ടിക്കിൾ 226, ആർട്ടിക്കിൾ 232 എന്നൊക്കെ പറഞ്ഞ് നമ്മള് റിട്ടുകളെ കുറിച്ച് ക്ലിയർ ആയിട്ട്, റിട്ട് എന്താണ്, റിട്ടുകൾ എങ്ങനെ, മേലൊക്കെ റിട്ട് പ്രയോഗിക്കാം, അങ്ങനെ റിട്ടുകൾ കൃത്യമായിട്ട് ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതികൾക്കും ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതികൾക്കും റിട്ട് പുറപ്പെടുവിക്കാന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ സുപ്രീം കോടതിയാണ്. ഈ മൗലികാവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടാനായിട്ട് നമുക്ക് സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ ഒക്കെ നേരിട്ട് കേസ് ഫയൽ ചെയ്യാം. അപ്പൊ ആ സ്ഥാപിച്ചു കിട്ടുന്നതിനായിട്ട് കോടതി ഉത്തരവ് പുറപ്പെടുവിക്കും. ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് റിട്ട് എന്ന് പറയും. അപ്പൊ റിട്ടിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കുട്ടികൾ കണ്ടു നോക്കാട്ടോ. അപ്പോ നമ്മുടെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകനും ആരായി? സുപ്രീം കോടതിയായി. അത് ഓർത്തു വെക്കണം. ഇനി മൗലിക അവകാശങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏതൊക്കെയാണ്? എത്ര ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടായിരുന്നു? അതൊക്കെ നമ്മൾ പഠിക്കണം. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് എത്ര ഉണ്ടായിരുന്നു ചോദിച്ചാൽ 7 ഉണ്ടായിരുന്നു. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എത്ര ഉണ്ടായിരുന്നു? 7 ഉണ്ടായിരുന്നു. ഇപ്പൊ എത്ര ഫണ്ടമെന്റൽ റൈറ്റ്സേ ഉള്ളൂ? ഇപ്പൊ ഉള്ള ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ എണ്ണം എത്ര എണ്ണാണ്? 6 എണ്ണാണ്. നിലവിൽ ഭരണഘടന, ഇപ്പോഴത്തെ ഭരണഘടനയിൽ എത്ര എണ്ണേ ഉള്ളൂ എന്ന് ഓർത്തു വെക്കണം? 6 എണ്ണേ ഉള്ളൂ എന്ന് ഓർത്തു വെക്കണം. അതേതൊക്കെയാണ്? സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, മൗലികാവകാശങ്ങൾ കോടതി മുഖാന്തരം സ്ഥാപിച്ചു കിട്ടാനുള്ള അവകാശം. അങ്ങനെ 6 അവകാശങ്ങളാണ് ഇപ്പോ എന്തിലുള്ളത്? ഇന്ത്യൻ ഭരണഘടനയിലുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് 6 എണ്ണം. അപ്പൊ 7ാമത്തെ ഏതായിരുന്നു? ഒരെണ്ണം പോയില്ലേ? അങ്ങനെ പോയത് ഏതായിരുന്നു? സ്വത്ത് അവകാശമായിരുന്നു. അപ്പൊ ഒരു 7 അവകാശം ഉണ്ടായിരുന്നതിൽ ഒരു അവകാശം എടുത്തു കളഞ്ഞത് സ്വത്തവകാശമാണ്. ആ സ്വത്തവകാശം 1978 44ാം അമെന്റ്മെന്റ് പ്രകാരം, 44ാം ഭേദഗതി പ്രകാരം മൗലിക അവകാശം അല്ലാതായി. അപ്പോ സ്വത്തവകാശം 1978
1978 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം എന്തല്ലാതായി എന്നാ പറയുന്നത്? ആ സ്വത്തവകാശം മൗലികാവകാശം അല്ലാതായി. ഇപ്പോ അത് ഒരു ലീഗൽ റൈറ്റ് അഥവാ നിയമപരമായ അവകാശം മാത്രമാണ്. ഈ 44-ാം ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ ആർട്ടിക്കിൾ 300A കൂട്ടിച്ചേർത്തു. ആർട്ടിക്കിൾ 300Aയിലാണ് അപ്പൊ ഇതിനെ കുറിച്ച് പറയുന്നുണ്ടാവുക, നമ്മുടെ ഈ സ്വത്തവകാശത്തെ കുറിച്ച് പറയുന്നുണ്ടാവുക. ആ സമയത്ത് അതായത് 1978 44-ാം അമെന്റ്മെന്റ് നടക്കുമ്പോൾ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയും പ്രസിഡന്റ് നീലം സഞ്ജീവ റെഡ്ഡിയുമാണ്. ആരാണ്? പ്രധാനമന്ത്രി മൊറാർജി ദേശായിയും പ്രസിഡന്റ് നീലം സഞ്ജീവ റെഡ്ഡിയുമാണ്. കൃത്യമായോ? അപ്പൊ നമ്മൾ പറഞ്ഞു ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോ ഇന്ത്യൻ ഭരണഘടനയിൽ 7 മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര മൗലികാവകാശങ്ങളേ ഉള്ളൂ? 6 മൗലികാവകാശങ്ങളേ ഉള്ളൂ. അപ്പൊ ഭരണഘടനയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ട മൗലികാവകാശം ഏതാണ്? സ്വത്തവകാശമാണ്. 1978 44-ാം അമെന്റ്മെന്റ് നിലവിൽ വരുന്നത് വരെ സ്വത്തവകാശം നമ്മുടെ മൗലികാവകാശമായിരുന്നു. 1978 പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആയിരിക്കുന്ന സമയത്ത് അന്നത്തെ പ്രസിഡന്റ് നീലം സഞ്ജീവ റെഡ്ഡിയാണ്. ആ സമയത്ത് 78 44-ാം അമെന്റ്മെന്റ് വരുന്നു. അങ്ങനെ സ്വത്തവകാശത്തെ മൗലികാവകാശം അല്ലാതാക്കി മാറ്റുന്നു. അല്ലാതാക്കി മാറ്റിയിട്ട് എന്താക്കി മാറ്റുകയാണ്? ലീഗൽ റൈറ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ആ 44-ാം ഭേദഗതി പ്രകാരം ഭരണഘടനയിലെ ആർട്ടിക്കിൾ 300A എന്ന് പറയുന്ന വകുപ്പും കൂടി കൂട്ടിച്ചേർക്കുന്നു. അപ്പൊ ഇവിടെ വേറൊരു ചോദ്യം കൂടെ വരാം. മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്താൻ അധികാരം ആർക്കാണ്? പാർലമെന്റിന്. മൗലികാവകാശങ്ങളിലെ ഭേദഗതി വരുത്താൻ അവകാശം ആർക്കാണ്? പാർലമെന്റിന്. എന്നാൽ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ ആരാണ്? കോടതിയാണ്. അതായത് സുപ്രീം കോടതി എന്നാ പറയാ. സുപ്രീം കോടതിയും ഹൈക്കോടതികൾക്കും. കാരണം ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിയും 226 പ്രകാരം ഹൈക്കോടതി എന്ന് നമ്മൾ പറയണ്ടായി. അപ്പൊ മൗലികാവകാശങ്ങളുടെ സംരക്ഷകർ കോടതികളാണ്. സുപ്രീം കോടതിയും ഹൈക്കോടതികളാണ്. മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്താൻ അവകാശം പാർലമെന്റിനാണ്. ഇനി അപ്പൊ നമ്മൾ എന്താ പഠിക്കേണ്ടത്? മൗലിക അവകാശങ്ങൾ 7 ഉണ്ടായിരുന്നു, അതില് ഒരെണ്ണം പോയി, ഇപ്പൊ 6 ഉള്ളൂ. ആ 6 മൗലിക അവകാശങ്ങൾ ഏതാണെന്ന് ക്ലിയർ ആയിട്ട് നമ്മൾ പഠിക്കണം. അപ്പൊ അത് എന്താണെന്ന് മാത്രമേ നമ്മളിവിടെ പറയുള്ളൂ. 6 മൗലിക അവകാശങ്ങൾ ഏതൊക്കെ എന്ന് മാത്രം പറയും. അതിനുശേഷം അടുത്ത ക്ലാസ്സിൽ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ഓരോ ആർട്ടിക്കിൾ എടുത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഒരുമിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ എല്ലാം കൂടി നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഒന്നും കൂടി ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നമുക്ക് ഒന്നും കൂടി പറയണ്ടേ? ഒരു ജനാധിപത്യ സംവിധാനത്തില് പൗരന് എന്താണ് സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ വ്യക്തിത്വം ഒക്കെ ഉറപ്പുവരുത്താൻ ഇന്ത്യൻ ഭരണഘടന നൽകുന്ന ബേസിക് ആയിട്ടുള്ള അവകാശങ്ങളെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് വിളിക്കുന്നു. അങ്ങനെ ലോകത്ത് തന്നെ ആദ്യമായിട്ട് ഒരു പൗരന് മൗലിക അവകാശം കൊടുത്തത് അല്ലെങ്കിൽ അവകാശ പത്രം ഒപ്പുവെച്ചത് 1215 ജൂൺ 15-ന് ഇംഗ്ലീഷ് രാജാവായിട്ടുള്ള ജോൺ 2-ാമൻ രാജാവാണ്. ആ അവകാശ പത്രത്തെയാണ് നമ്മൾ മാഗ്ന കാർട്ട എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിനെ നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട്? മാഗ്ന കാർട്ട, ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നും കൂടെ വിളിക്കുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയപ്പോൾ പല രാജ്യങ്ങളിൽ നിന്ന് പല ആശയങ്ങൾ കടമെടുത്തിട്ടാണ് നമ്മുടെ ഭരണഘടന എഴുതി തയ്യാറാക്കിയത്. അങ്ങനെ ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയപ്പോൾ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. അമേരിക്കയിലെ ഫണ്ടമെന്റൽ റൈറ്റിനെ കുറിച്ച് കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നത് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ബിൽ ഓഫ് റൈറ്റ്സിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയോട് കടപ്പെട്ടിരിക്കുന്നു. എന്ത് കാര്യത്തിൽ? മൗലിക അവകാശങ്ങളുടെ കാര്യത്തിൽ. അപ്പൊ മൗലിക അവകാശങ്ങൾ കടമെടുത്തിരിക്കുന്നത് രാജ്യം, ഭരണഘടന, അവരുടെ ഭരണഘടനയുടെ ഭാഗം ഏതാണ്? ബിൽ ഓഫ് റൈറ്റ്സ് ആണ് എന്ന് മറക്കാതെ ഓർത്തു വയ്ക്കുക. ഇനി മൗലിക അവകാശങ്ങളുടെ പ്രത്യേകത എന്താണ്? മൗലിക അവകാശങ്ങൾ ഭരണഘടന നമുക്ക് ഉറപ്പു നൽകുന്ന അവകാശങ്ങളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ മൗലിക അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് ഓരോ പൗരനും കോടതിയെ സമീപിക്കാനും സാധിക്കും. അങ്ങനെ കോടതിയെ സമീപിച്ച കോടതി ആ മൗലിക അവകാശങ്ങൾ പൗരന് സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടി ഉത്തരവും പുറപ്പെടുവിക്കും. ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിനെ റിട്ടുകൾ എന്ന് പറയുന്നു. ആർക്കൊക്കെ നമുക്ക് അതിനു വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കാം? ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിക്കോ, ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതികൾക്കോ നമുക്ക് അപേക്ഷ കൊടുക്കാം അല്ലെ? എന്താണ്? മൗലികാവകാശങ്ങൾ സംരക്ഷിക്കിട്ടാനായിട്ട്. അപ്പൊ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായി, റിട്ടുകൾ. അത് നിങ്ങൾ നോക്കി പഠിക്കണം കേട്ടോ. ഇനി അടുത്തത്, അതുകൊണ്ട് തന്നെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് നമുക്ക് സുപ്രീം കോടതിയെ വിശേഷിപ്പിക്കാം. എന്നാൽ മൗലിക അവകാശങ്ങൾക്ക് ഭേദഗതി വരുത്താൻ ആർക്കാ അവകാശം എന്ന് ചോദിച്ചാൽ പാർലമെന്റിനാണ്. അതിന് നല്ലൊരു എക്സാമ്പിൾ നമുക്ക് പറയാണ്ട്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ 7 മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു.
അതിലൊരു മൗലിക അവകാശമായിട്ടുള്ള സ്വത്തവകാശത്തെ 1978 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക അവകാശമല്ലാതാക്കി. സ്വത്തവകാശത്തെ മൗലിക അവകാശമല്ലാതാക്കിയ ഭരണഘടനാ ഭേദഗതി 44-ാം അമെന്റ്മെന്റ് വർഷം 1978. ആ സമയത്ത് പ്രധാനമന്ത്രി മൊറാർജി ദേശായി, പ്രസിഡന്റ് നീലം സഞ്ജീവ് റെഡ്ഡി. ഇപ്പോൾ സ്വത്തവകാശം ഏതവകാശമാണ്? ഇപ്പോൾ സ്വത്തവകാശം ഒരു എന്തവകാശമാണ്? നിയമ അവകാശമാണ്, അഥവാ ലീഗൽ റൈറ്റ് ആണ്. ഈ 78 44-ാം ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ ആർട്ടിക്കിൾ 300A കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്ന് നമ്മൾ ഓർത്തു വെക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇനി ബാക്കി എന്താ ഉള്ളത്? അതായത് മൗലികാവകാശങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് തുടക്കത്തിൽ പറഞ്ഞ കാര്യം, അതായത് ഭാവിയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നായിരിക്കും മൗലിക അവകാശങ്ങൾ എന്ന് 1927 മദ്രാസ് സമ്മേളനത്തിലെ INC പ്രഖ്യാപിക്കേണ്ടായി. അതിന്റെ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ MA അൻസാരിയാണ്. അതിനുശേഷം മൗലിക അവകാശങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് പ്രമേയം പാസാക്കിയത് 1931 സർദാർ വല്ലഭായ് പട്ടേൽ അധ്യക്ഷനായ കറാച്ചി സമ്മേളനത്തിലാണ്. പക്ഷെ പ്രമേയം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റുവാണ്. ഇനി നമ്മൾ പഠിക്കേണ്ടത് ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഫണ്ടമെന്റൽ റൈറ്റ് 7 അതിൽ ഇപ്പോ നിലവിൽ 6 ഉള്ളൂ. അതേതൊക്കെ? ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ, 14, 15, 16, 17, 18 തുടങ്ങിയ കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന സമത്വത്തിനുള്ള അവകാശം. അപ്പൊ സമത്വത്തിനുള്ള അവകാശം ഏത് ആർട്ടിക്കിൾ മുതൽ ഏത് ആർട്ടിക്കിൾ വരെയാണ്? ആർട്ടിക്കിൾ 14, 15, 16, 17, 18. അതിൽ എന്തിനെ കുറിച്ച് പറയുന്നു? സമത്വത്തിനുള്ള അവകാശം. അടുത്ത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 18 കഴിഞ്ഞ അടുത്തത് ഏതാ? 19, 20, 21, 22. 19 മുതൽ 22 വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ കുറിച്ച് പറയുന്നു. അടുത്ത ചൂഷണത്തിനെതിരായുള്ള അവകാശം. നമ്മളെ ആരെങ്കിലും ചൂഷണം ചെയ്ത അതിനെതിരെ നമുക്ക് കിട്ടുന്ന അവകാശത്തെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 23-ലും 24-ലുമാണ്. ആർട്ടിക്കിൾ 23, 24 ചൂഷണത്തിന് എതിരെയുള്ള അവകാശം. അടുത്ത നമുക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം, ഇഷ്ടമുള്ള മതത്തിൽ ചെന്ന് ചേരാം എന്നൊക്കെ പറയുന്ന മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 25, 26. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ കുറിച്ച് പറയുന്നു ആർട്ടിക്കിൾ 25, 26. ഇനി സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശത്തെ കുറിച്ച് പറയുന്നു ആർട്ടിക്കിൾ 29, 30. ആർട്ടിക്കിൾ 29, 30 സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം. ആർട്ടിക്കിൾ 32, 33, 34, 35 തുടങ്ങിയ വകുപ്പുകളിൽ പറയുന്നത് മൗലിക അവകാശങ്ങൾ കോടതി മുഖാന്തരം സ്ഥാപിച്ചു കിട്ടുന്നതിനുള്ള അവകാശം. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ല ആർട്ടിക്കിൾ 32-ലാണ് സുപ്രീം കോടതിയെ അപേക്ഷിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ, റിട്ടുകൾക്ക് വേണ്ടി. അപ്പൊ മൗലിക അവകാശങ്ങൾ കോടതി മുഖാന്തരം സ്ഥാപിച്ചു കിട്ടാനുള്ള അവകാശത്തെയാണ് നമ്മൾ ആർട്ടിക്കിൾ 32, 33, 34, 35 തുടങ്ങിയതായിട്ട് പറയുന്നത്. അപ്പൊ സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെ ഉള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, മൗലിക അവകാശങ്ങൾ കോടതി മുഖാന്തരം സ്ഥാപിച്ചു കിട്ടാനുള്ള അവകാശം. അങ്ങനെ മൗലിക അവകാശങ്ങളെ നമുക്ക് 6 തിരിക്കാം. സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 14, 18. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19, 22. ചൂഷണത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 23, 24. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം ആർട്ടിക്കിൾ 29, 30. മൗലിക അവകാശങ്ങൾ കോടതി മുഖാന്തരം സ്ഥാപിച്ചു കിട്ടുന്നതിനുള്ള അവകാശം ആർട്ടിക്കിൾ 32 മുതൽ 35 വരെ. അപ്പൊ ഇത്രയാണ് ഫണ്ടമെന്റൽ റൈറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ പറയുന്നുള്ളൂ. ഇനി നമുക്ക് ഓരോ ആർട്ടിക്കിളിനെ കുറിച്ചും ഒന്ന് നമുക്ക് പഠിച്ചു വെക്കണം. കാരണം ആർട്ടിക്കിൾ പ്രധാനമാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് എന്നുള്ളതുകൊണ്ട്. അപ്പൊ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്ക് പറയുമ്പോൾ അതിൽ നിങ്ങൾ മൗലിക അവകാശങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ പഠിക്കണം എന്നവർക്ക് പ്രത്യേകം പറയേണ്ട കാര്യമില്ല, നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മൗലിക അവകാശങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ക്ലാസ് മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അത് നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.